Okay, start here. Okay. Yes. Okay, so നമ്മുടെ സിലബസ് ഒന്ന് കാണിക്കാം എല്ലാവരെയും. ഓക്കെ, സോ അനലോഗിൻ്റെ സിലബസിൽ we were studying power amplifiers അല്ലേ. സോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്തു, പവർ ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്തു. പവർ ആംപ്ലിഫയറിൽ തന്നെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി. ഓക്കെ, അതിൽ syllabus it is clearly it is given that derivation of efficiency you have to study for class A and class B. കേട്ടോ, ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിസ്റ്റോർഷൻ ഇൻ പവർ ആംപ്ലിഫയേഴ്സ് ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നമ്മൾ വിട്ടൊരു ടോപ്പിക് ഉണ്ട്, ക്ലാസ് ഡി. ഓട്ടെ, ക്ലാസ് ഡി എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ വിട്ടിട്ടുണ്ട്. ദാറ്റ് വി വിൽ ഡീൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ഓസിലേറ്റർ. അതിൻ്റെ കുറച്ച് പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ഓസിലേറ്ററിൻ്റെ കുറച്ച് കൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ക്ലാസ് ഡി എന്നുള്ള ഈ ടോപ്പിക് വിൽ ബി ഡീലിംഗ് ആഫ്റ്റർ സ്റ്റഡിയിങ് ഓസിലേറ്റർ. ഓക്കെ, സോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പവർ ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. അപ്പോൾ നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സും ഓസിലേറ്റേഴ്സും ആണ്. സോ ടുഡേ in today's class we will be dealing with feedback amplifiers. Okay, feedback amplifiers ഈ മൊഡ്യൂളിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. 5 മാർക്സ്, 8 മാർക്സ്, 7 മാർക്സ് ഈ ഒരു മാർക്ക് റേഞ്ചിൽ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, സോ ടുഡേ വി സി ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, സോ നമ്മൾ ആംപ്ലിഫയേഴ്സ് പഠിച്ചു. ഓക്കെ, ആംപ്ലിഫയേഴ്സ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ആംപ്ലിഫയേഴ്സ് നമ്മൾ പഠിച്ചു. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ബയസിംഗ് പഠിച്ചിട്ട് നമ്മൾ ആംപ്ലിഫയർ എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, നൗ what do you mean by feedback amplifiers? Okay, so feedback amplifiers means output. Okay, amplifiers in the output ilulla some part of energy. Okay, some part of energy in the form of current or voltage, we are feeding it back to the input side. Okay, so the process of combining a fraction of output energy which can be in the form of current or voltage which is fed back to the input is known as feedback amplifiers. Okay, അപ്പോൾ നോക്കുക, ജസ്റ്റ് ഒരു ബ്ലോക്ക് പോലെ വരച്ച് കാണിച്ചു തരാം. സപ്പോസ് സി നമ്മൾ പഠിച്ച ആംപ്ലിഫയർ പാർട്ട്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉള്ള വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ഉള്ള ആംപ്ലിഫയർ പാർട്ട്. സപ്പോസ് ഐ എം റെപ്രസെന്റിംഗ് ഇറ്റ് ആസ് എ സ്ക്വയർ ബോക്സ്. Okay, and this side I am representing it as input and this side I am representing it as output. Okay, ഇതിന്റെ ഇൻപുട്ട് സൈഡും ഇതിന്റെ ഔട്ട്പുട്ട് സൈഡും ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ the process of taking some part of energy from output, it can be voltage or current, and feeding it back to the input side. ഈ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജോ കുറച്ച് എമൗണ്ട് കറണ്ടോ വോൾട്ടേജോ നമ്മൾ ഇവിടുന്ന് എടുത്ത് തിരിച്ച് നമ്മുടെ ഇൻപുട്ട് സൈഡിലേക്ക് ഫീഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻറ്റയർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ടാപ്പിംഗ് എനർജി ഫ്രം ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട് which is fed back to the input, okay, which is fed back to the input. This structure is together it is known as feedback. Okay, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ പാർട്ടിന് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗെയിൻ എ. ശരിയല്ലേ, ഇതിനൊരു ഗെയിൻ എ ഉണ്ടാവും. ഇനി ഫീഡ്ബാക്ക് വി ആർ ടാപ്പിംഗ് ഫ്രം ദ ഔട്ട്പുട്ട് ബൈ യൂസിങ് സം നെറ്റ്വർക്ക്. അല്ലേ, നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ടോ വോൾട്ടേജോ ടാപ്പ് ചെയ്യണമെങ്കിൽ വി റിക്വയർ സം നെറ്റ്വർക്ക്. അപ്പോൾ ദാറ്റ് പാർട്ട് ഐ എം റെപ്രസെന്റിങ് ഇറ്റ് ആസ് ബീറ്റ. ബീറ്റ എന്തായിരിക്കും, സം ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട്.
Okay, some fraction of output which is fed to the input side. This is known as, this together contribute what you mean by feedback amplifier. So feedback amplifier എന്നുള്ള പാട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് മീൻസ് വാട്ട്, ആംപ്ലിഫയറിൽ തന്നെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ അല്ലെങ്കിൽ ബയാസിങ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ പാർട്ടിൽ തന്നെ some part of energy, okay, some part of voltage or some part of current we are taking from the output and we are feeding back to the input. Okay, this entire structure, it is together, it is known as feedback amplifiers. Okay ആണല്ലോ. ഇനി അപ്പോൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ നമ്മൾ പറയുമ്പോൾ രണ്ട് പാർട്ട് ഉണ്ടാവണം. എന്തൊക്കെയാണ്? ഒന്ന് അതിൻ്റെ ആംപ്ലിഫയർ പാർട്ടും ഒന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് സെക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ആംപ്ലിഫയർ പാർട്ടും ഉണ്ടാവണം, അതിൻ്റെ ഫീഡ്ബാക്ക് സെക്ഷൻ ഉണ്ടാവും. Together this is known as, okay, together this is known as feedback amplifiers. ഇത് നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ടോട്ടൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, how can you classify feedback amplifiers? Okay, നോക്കുക. ഞാൻ പറഞ്ഞു from output, okay, from output I can take current or voltage. ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി എനിക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സം പാർട്ട് ഓഫ് കറണ്ടോ അല്ലെങ്കിൽ സം പാർട്ട് ഓഫ് വോൾട്ടേജോ എനിക്ക് ഇവിടുന്ന് ഡ്രോ ചെയ്തെടുക്കാം. ഇനി ഈ ഡ്രോ ചെയ്തെടുക്കുന്ന വോൾട്ടേജോ കറണ്ടോ, ഓക്കെ, ഈ ഡ്രോ ചെയ്തെടുക്കുന്ന വോൾട്ടേജോ കറണ്ടോ ഐ ക്യാൻ ഫീഡ് ഇറ്റ് ടു ദ ഇൻപുട്ട്. ഓക്കെ, ഐ ക്യാൻ ഫീഡ് ഇറ്റ് ടു ദ ഇൻപുട്ട് ആസ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. അതായത് ഈ ഔട്ട്പുട്ടിൽ നിന്ന് ടാപ്പ് ചെയ്തിരിക്കുന്ന എനർജി എനിക്ക് ഇൻപുട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്നുള്ള എനർജി എനിക്ക് ഇൻപുട്ടിന് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ സി, ഇഫ് the feedback signal is applied in such a way that, okay, applied in such a way that if it is in phase with the input and which will result in the increase of the input, അങ്ങനെയാണെങ്കിൽ that type of feedback is known as positive feedback. ഇതാണല്ലോ. ഓക്കെ, സോ ഈ ഔട്ട്പുട്ടിൽ നിന്ന് ടാപ്പ് ചെയ്തിരിക്കുന്ന എനർജി ഞാൻ ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ that is known as a positive feedback. ഓക്കെ ആണല്ലോ. ഇനി സപ്പോസ് ഐ എം സപ്ലൈയിങ് മൈ ഫീഡ്ബാക്ക് സിഗ്നൽ, ഓക്കെ, ഐ എം അപ്ലൈയിങ് മൈ ഫീഡ്ബാക്ക് സിഗ്നൽ in such a way that it is out of phase. Okay ആണല്ലോ, it is out of phase with the input and that result in the decrease in the input. അങ്ങനെയാണെങ്കിൽ it is known as positive feedback. Sorry, negative feedback. ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ് കേട്ടോ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കേട്ടോ. ദിസ് ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പഠിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ടൈപ്പ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്, ഇത് പോസിറ്റീവ് അല്ല, ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇഫ് ദ feedback signal, if it is applied in phase with the input and result in increase in the input, it is known as positive feedback. Okay, positive feedback. And if the feedback is applied in such a way that it results in the decrease in the input, ആണെങ്കിൽ that is known as negative feedback. Clear ആണല്ലോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ന് ടാപ്പ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് നമ്മുടെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ that is known as positive feedback. Okay, and that signal which will be applied will be in phase with the input. In phase ആയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക. ഇനി if the output we are tapping and if it is provided in such a way that it results in the decrease in the input, ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുകയാണെങ്കിൽ that is known as negative feedback. സോ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്, ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്കും ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കും. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? Please post in the chat box feedback amplifiers. What do you mean by feedback amplifier? How will you classify feedback amplifiers? Okay, എല്ലാവരും പോസ്റ്റ് ചെയ്യൂ കേട്ടോ പ്ലീസ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നൗ സി, അപ്പോൾ നമ്മുടെ സാധാ ഒരു ആംപ്ലിഫയറിന്റെ സ്ട്രക്ചർ വിൽ ബി ഡ്രോയിങ് ലൈക്ക് ദിസ്. സി, whatever input we are providing, I will be representing it as input V in. The amplifier will be having a gain A and it will be giving an output V out. ഇതാണ് നമ്മൾ സാധാരണ ഒരു ആംപ്ലിഫയറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആംപ്ലിഫയറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി
when you come to feedback, what is happening? You are tapping some amount of energy from the output and you are feeding it to the input. And you are feeding it to the input. Okay, so what is the amount of that output which you are feeding to the input? It is beta. Okay ആണല്ലോ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമാർഗത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്, സപ്പോസ് മൈ ഔട്ട്പുട്ട് ഈസ് വി ഔട്ട്. ഓക്കെ, സപ്പോസ് മൈ ഔട്ട്പുട്ട് ഈസ് വി ഔട്ട്, മൈ ഇൻപുട്ട് ഈസ് വി ഇൻ. ഞാൻ എന്താ പറഞ്ഞത്? ഈ ഔട്ട്പുട്ടിന്റെ ഒരു ഫ്രാക്ഷൻ, ഹൗ മച്ച്? ബീറ്റ. ബീറ്റ ഫ്രാക്ഷൻ ആണ് ഞാൻ ഇങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ബീറ്റ ഫ്രാക്ഷൻ ഓഫ് ദിസ് ഔട്ട്പുട്ട്? മൾട്ടിപ്ലൈ ബീറ്റ വിത്ത് വി ഔട്ട്. ഓക്കെ ആണല്ലോ. ഈ ബീറ്റ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ആണ് ഞാൻ എന്തിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ എൻ്റെ ഇൻപുട്ട് ആയിട്ടുള്ള ഈ ഒരു പാർട്ടിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് വി എഫ്. ഓക്കെ, വി എഫ് ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് വി ഔട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, വി എഫ് ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് വി ഔട്ട്. സോ വാട്ട് ഹാപ്പൻസ്? ബീറ്റ is equal to vf divided by v out. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ആണ് ഞാൻ തിരിച്ച് ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്? ബീറ്റ ഫ്രാക്ഷൻ. സോ ബീറ്റ ഇസ് ഈക്വൽ ടു വി എഫ് ഡിവൈഡഡ് ബൈ വി ഔട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, സി ആംപ്ലിഫയർ പാർട്ട് ഞാൻ ഈ സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത ആംപ്ലിഫയറിനെ തന്നെ ട്രയാങ്കുലർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ചേഞ്ച്. ദെൻ what is the feedback network? See, feedback network I can represent like this: beta. Okay, beta part of output. Okay, beta part of output, that is v out, it is fed back to the input. ശരിയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗർ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇപ്പൊ ഈ വരച്ച ഫിഗർ തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാം. ഇതാ ആംപ്ലിഫയർ പാർട്ട്. ഓക്കെ, ആംപ്ലിഫയർ പാർട്ട് ഉണ്ട്, എൻ്റെ ബീറ്റ പാർട്ട് ഉണ്ട്. ബീറ്റ പാർട്ട് ഐ എം റെപ്രസെന്റിംഗ് ഇറ്റ് ആസ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓൾറെഡി എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് എൻ്റെ ഇൻപുട്ട് വി ഇൻ, ഇതാണ് എൻ്റെ ഇൻപുട്ട് ഓൾറെഡി. ഇത് എൻ്റെ ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്നത്. വി ഔട്ട് എന്ന് പറയുന്നത് എൻ്റെ ഔട്ട്പുട്ട്. ഇതിലേക്ക് ഞാൻ കൊടുത്തു. ഇനി ബീറ്റ, ഓക്കെ, ബീറ്റ വി ആർ അപ്ലൈയിങ് ടു ദ ഇൻപുട്ട്. ശരിയല്ലേ? ബീറ്റ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഓവറോൾ എഫക്റ്റ്? ഓവറോൾ എഫക്റ്റ് എന്തായിരിക്കും? ഇത് ഈ വി ഇൻ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടാണ്. ശരിയല്ലേ? ഓക്കെ, ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടാണ്. സി, സോ ദിസ് വിൽ ബി ദ ഓവറോൾ ഇഫക്റ്റ്. അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് എൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി എസ് ആയിരിക്കും. ഓക്കെ, വി എസ് ആയിരിക്കും. സി, അപ്പോൾ സി ഈ ബീറ്റ പാർട്ടിന്റെ ഇതിനെ എനിക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? വി എഫ്. ഇതിന്റെ ഇൻപുട്ടിനെ വി എഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. വി എഫ് എന്ന് പറയുന്നത് എന്താ? വി എഫ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ആണ്, അല്ലെ? സം ബീറ്റ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ആണ്. So VF I can write it as beta times V out. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. ഈ വി എഫ് എന്ന് പറയുന്ന ഫീഡ്ബാക്ക് വാല്യൂ ആണ്. ഓക്കെ, ഈ വി എഫ് എന്ന് പറയുന്ന ഫീഡ്ബാക്ക് വാല്യൂ ആണ് ഞാൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും വി എഫ് എന്നുള്ളത് പോസിറ്റീവായിട്ട്, അതായത് അഡീഷൻ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറയും. വി എഫ് ശരിക്കും പറഞ്ഞ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ that will be taken as a negative feedback. So overall input I can represent as Vs. Overall input I can represent as Vs. ഇനി let us derive some equation. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഇതാ, ഇത് ഇൻപുട്ട് ആയിട്ട്, അല്ലെ? ഇത് ഇൻപുട്ട് ആയിട്ട്, വി എസ് ഇൻപുട്ട് ആയിട്ട്, വി ഔട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ളതാണ് എൻ്റെ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു ഗെയിൻ കിട്ടും. അതെന്തായിരിക്കും? വിത്ത് ഫീഡ്ബാക്ക് എ എഫ്. ഓക്കെ, ആംപ്ലിഫയറിന്റെ മാത്രം ഗെയിൻ ആണെങ്കിൽ ഐ ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് എ, ബട്ട് വിത്ത് ഫീഡ്ബാക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് റെപ്രസെന്റ് ആസ് എ എഫ്. സോ വിത്ത് ഫീഡ്ബാക്ക് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ ഗെയിൻ പഴയതല്ല, ഗെയിൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ fraction beta. Okay, so we have to derive an equation for AF. Okay, what happens to AF when it comes to positive feedback or when it comes to negative feedback? രണ്ട് കേസിലും എന്താണ് എൻ്റെ ഫീഡ്ബാക്കിന്റെ എഫക്റ്റ് ഗെയിനിൽ? അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ ആണല്ലോ. സോ സി, അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഈ സെയിം ബ്ലോക്ക് ഡയഗ്രം തന്നെയാണ് ഇവിടെ ഞാൻ വരച്ചത് തന്നെയാണ് അത്. ഓക്കെ, നൗ നമ്മുടെ ആംപ്ലിഫയർ പാർട്ട് മാത്രമാണെങ്കിൽ ഓക്കെ, ഈ ആംപ്ലിഫയർ പാർട്ട് മാത്രമാണെങ്കിൽ എന്താ ഗെയിൻ എ? വാട്ട് ഇസ് ഗെയിൻ എ? ഗെയിൻ എ ഇസ് ഈക്വൽ ടു വി ഔട്ട്, ഓക്കെ, വി ഔട്ട് ബൈ വി ഇൻ. ഇതാണ് എൻ്റെ ഗെയിൻ, വി ഔട്ട് ബൈ വി ഇൻ. നൗ എനിക്ക് ഓവറോൾ ആയിട്ടുള്ള എ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? എൻ്റെ ഇൻപുട്ട് അറിയണം, ഔട്ട്പുട്ട് അറിയണം. ഓക്കെ ആണല്ലോ, ഇൻപുട്ട് അറിയണം, ഔട്ട്പുട്ട് അറിയണം. അപ്പോൾ എ എഫ് കണ്ടുപിടിക്കാൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വി എസ് ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വി എസ് ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്? നമ്മൾ ചെയ്യാൻ പോണത് രണ്ട് ഫീഡ്ബാക്കിന്റെ കേസിലും വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ ആണല്ലോ. നൗ ലെറ്റ് us first take the case of positive feedback. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇത് പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഇതാ ഞാൻ പറഞ്ഞു വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓവറോൾ പറയുന്ന ഇൻപുട്ടിലേക്ക് എന്ത് വരണം? ഓവറോൾ പറയുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ എന്ന് പറയുന്നത് ഇൻപുട്ട് വി എസ് ആണ്, ശരിയല്ലേ? ഇത് എന്തായിരിക്കണം? ഈ വി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓവറോൾ ഇൻപുട്ടിലേക്ക് ഈ ഫീഡ്ബാക്ക് വാല്യൂ ആഡ് ചെയ്ത് വരണം. സോ വി ഇൻ പ്ലസ് വി എഫ് ആയിരിക്കണം. ഓക്കെ, ഇത് ഇവിടെ പലരും എഴുതുമ്പോൾ മിസ്റ്റേക്ക് വരുത്തും. പലരും ചെയ്യുന്നത് എന്താ? ഈ ഇൻപുട്ട് ഓക്കെ, ഈ ഇൻപുട്ട് വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി എഫ് എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കുമ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഇൻപുട്ട്, അതായത് വി എസ്, ഓക്കെ, ഈ ഇൻപുട്ടിലേക്കാണ്, വി എസിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? വി എഫ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ ഷുഡ് കം ലൈക്ക് വി ഇൻ പ്ലസ് വി എഫ്. ഓക്കെ, സോ വാട്ട് വിൽ ബി മൈ വി ഇൻ? എന്താ വി ഇൻ വരിക? വി ഇൻ എന്ന് പറയുന്നത് എന്ത് വരും? വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് വി എഫ്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഇസ് വി എഫ്? എന്താ വി എഫ്? വി എഫ് എനിക്കറിയാം, ബീറ്റ വി ഔട്ട്. ഓക്കെ ആണല്ലോ. സോ വി എസ്, ഓക്കെ, വി എസ് മൈനസ് ബീറ്റ വി ഔട്ട്. ഇതാണ് എന്ത്? ബീറ്റ വി ഔട്ട്. ഇതാണ് എൻ്റെ എന്ത്? വി ഇൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ, ഇതുവരെ കിട്ടി. വി ഇൻ ഇസ് ഈക്വൽ ടു വി എസ് മൈനസ് ബീറ്റ വി ഔട്ട്. നൗ സി, എൻ്റെ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഫീഡ്ബാക്ക് കൺസിഡർ ചെയ്യാതെ ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. ഓക്കെ, ആംപ്ലിഫയറിന്റെ ഗെയിൻ വിത്തൗട്ട് കൺസിഡറിങ് ബീറ്റ എന്താ? എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇതാ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് വിൽ ബി വി ഔട്ട്? വി ഔട്ട് എന്തായിരിക്കും? വി ഔട്ട് ഇസ് ഈക്വൽ ടു എ ടൈംസ് വി ഇൻ, ശരിയല്ലേ? സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വി ഔട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതാ വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് ബീറ്റ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എ ടൈംസ് വി ഇൻ. ഓക്കെ ആണല്ലോ. യു ടേക്ക് ദിസ് പാരാമീറ്റർ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈ പാരാമീറ്ററിനെ യു ടേക്ക് ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ടേക്ക് വി ഇൻ ആസ് കോമൺ ഫാക്ടർ. സോ എന്ത് വരും? വി ഇൻ മൾട്ടിപ്ലൈഡ് ബൈ 1 plus beta a. Okay, 1 plus beta a is equal to vs. Okay, now v in is equal to the v in is equal to അത് ഇവിടെ കൊടുത്തിട്ടില്ല. See, v in, okay, v in is equal to vs, okay, vs divided by vs. v in is equal to vs, v in multiplied by 1 plus a beta is equal to vs. ഈ ഇക്വേഷൻ ഇവിടെ വരെ നമുക്ക് ഓക്കെ ആണല്ലോ. സോ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, നൗ സി പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടും. ഇതുപോലെ തന്നെ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഔട്ട് ഫോർ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഉണ്ടോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ നേരത്തെ കേസിൽ നമ്മൾ മൈനസ് എഴുതിയത് എന്തായിരിക്കും? പ്ലസ് ആവും. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് വി ഇൻ ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി എഫ്. ഓക്കെ, വി എസ് പ്ലസ് വി എഫ് വരും. സോ വി എഫ് എന്ന് പറയുന്നത് വി ഇൻ പ്ലസ് വി എഫ് എന്ന കണ്ടീഷനിലേക്ക് വരും.
സോ നോക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഐ ആം ടേക്കിംഗ് ദിസ് ഇക്വേഷൻ. ഓക്കെ, സി നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഐ ഗോട്ട് ദിസ് ആസ് VS plus VF. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ ആ ഇക്വേഷൻ ഞാൻ എടുത്തു. എന്താ? Vin is equal to VS plus VF. So from this I can write what is Vin. എന്തായിരിക്കും? നിങ്ങൾ റീഅറേഞ്ച് ചെയ്തിട്ട് വരുമ്പോൾ VS minus beta ഔട്ട്പുട്ട് എന്ന് വരും. സോ അത് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ V out by VS. ഓക്കെ, V out by VS. Okay, that is equal to A by 1 plus A beta. Okay, okay, A by 1 plus A beta. So from this I can write in the V out by VS എന്ന് പറയുന്നത്, it is same as gain with the feedback AF. Okay, which is equal to, in the equation വരിക, A divided by 1 minus A beta. Okay, A divided by 1 plus A beta. 1 plus A beta. Okay, so this is the equation, A divided by 1 plus A beta. Okay, അപ്പോൾ ഈ പാരാമീറ്റർ എല്ലാം നമുക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ, let us take one problem. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. Okay, so let us discuss this problem. The voltage gain of an amplifier without feedback. Okay, voltage gain of an amplifier without feedback is 3000. Without feedback എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A വാല്യൂ ആണ് തന്നിട്ടുള്ളത്. Without feedback A value is equal to എത്ര വരും? 3000. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3000 ആണ്. ഇനി calculate the voltage gain of the amplifier if negative voltage feedback is introduced in the circuit. Okay, given that the feedback fraction is 0.01. നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് MV ആയിട്ടല്ല, നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്ത് എന്തായിട്ടാ? ബീറ്റ ആയിട്ടാണ്. സോ ബീറ്റ ഈസ് ഗിവൺ ആസ് 0.01. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ? കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് AF ആണ് കണ്ടുപിടിക്കേണ്ടത്. AF കണ്ടുപിടിക്കണം. The value is കണ്ടുപിടിക്കാം. AF is equal to A divided by 1 plus A beta. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ and tell me the value. ചെയ്ത് നോക്കിയേ. Okay. Okay. So you have to calculate what is the value of AF. A is given, feedback fraction beta is given. Okay. അപ്പോൾ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ? 3000. Okay. 3000 divided by 1 plus 3000 into 0.01. എന്ത് വരും ആൻസർ? 97. ഓക്കെ അല്ല, പ്രോബ്ലം ക്ലിയർ അല്ലേ എല്ലാവർക്കും? Please post in the chat box. Sir. Hello. Feedback equation only parayamo. Feedback da.
A divided by 1 plus A beta, negative feedback. A divided by 1 plus A beta. നമ്മൾ അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ആ നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. എ എഫ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ എഫ്. ഞാൻ ഓരോ കേസിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. ഇപ്പൊ തൽക്കാലം ആ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ മാത്രം നോക്കുക. ഇതിന്റെ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, സോ ഇതുപോലത്തെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഓക്കെ, 3 മാർക്സിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഗെയിൻ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇസ് ഗിവൺ ആസ് 0.0. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോഴും നമുക്ക് ഈ ഇക്വേഷൻ ഓർത്തിരിക്കാം. എ എഫ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡ്. ഈ ഡെറിവേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും കേട്ടോ. അത് ഓരോന്നിന്റെ കേസിലും പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിലുള്ള ഫിഗർ നമ്മൾ വരയ്ക്കും, നെഗറ്റീവ് ഫീഡ്ബാക്കിലുള്ള ഫിഗർ വരയ്ക്കും. ആ ഡെറിവേഷൻ പാർട്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ആ പാരാമീറ്റേഴ്സ് ക്ലിയർ അല്ലേ എന്നാണ്. വിത്തൗട്ട് ഫീഡ്ബാക്ക്, ഞാൻ ഈ ഫിഗറിലുള്ള പാരാമീറ്റേഴ്സ് വിത്തൗട്ട് ഫീഡ്ബാക്ക്, വിത്ത് ഫീഡ്ബാക്ക്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ, പ്ലീസ് പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഡെറിവേഷൻ പാർട്ട് ഇപ്പൊ നോക്കണ്ട. ഡെറിവേഷൻ പാർട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പ്രോബ്ലം ചെയ്തതിന്റെ പാരാമീറ്റേഴ്സ് ക്ലിയർ അല്ലേ? വിത്തൗട്ട് ഫീഡ്ബാക്കും വിത്ത് ഫീഡ്ബാക്കും ഗെയിൻ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. പ്ലീസ് പോസ്റ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ, ഡെറിവേഷൻ പാർട്ട് ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഡെറിവേഷൻ പാർട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി. ഇത് അനലോഗിന്റെ സപ്ലിമെന്ററി പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻ. നോക്ക്, ഓവറോൾ ഗെയിൻ ഓഫ് ദ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഇസ് ഗിവൺ ആസ് 140. നിങ്ങൾ സൊല്യൂഷനിലേക്ക് നോക്കണ്ട. ഓവറോൾ ഗെയിൻ ഓഫ് an amplifier, okay, overall gain of an amplifier is given as 140. When the negative feedback is applied, the gain is reduced to 17.5. ഓക്കെ ആണല്ലോ? നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ 140 ആയിരുന്നു. When negative feedback is applied, gain is reduced to 17.5. Find the fraction of output that is fed back to the input. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു കാൽക്കുലേറ്റ് ബീറ്റ. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. 2 minutes I will give you time. Please do this problem in your notes. Please try to do this problem. Find out what is the beta. Beta ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തിട്ട് ഫൈനൽ ആൻസർ ചാറ്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ബീറ്റ, വാല്യൂ ഓഫ് ബീറ്റ.
ചെയ്തോ? ചാറ്റ് ബോക്സിൽ എല്ലാവരും ആൻസർ ഒന്നിട്ടേ. പ്ലീസ് പോസ്റ്റ് യുവർ ആൻസർ ഇൻ ദ ചാറ്റ് ബോക്സ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബീറ്റ? ബീറ്റ വാല്യൂ സിമ്പിൾ അല്ലേ? അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? പ്ലീസ് ടെൽ മീ ദ ആൻസർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബീറ്റ? ഓരോരുത്തരായിട്ട് വിളിക്കണോ? ബാലശങ്കർ, ബാലശങ്കർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ബാലശങ്കർ ആൻസർ ടൈപ്പ് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ചാറ്റ് ബോക്സിൽ ടെൽ മീ ദ ആൻസർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബീറ്റ? എല്ലാരും കിട്ടിയ ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ കേട്ടോ. ഞാനിവിടെ പ്രോബ്ലംസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. നമ്മൾ വെറുതെ ഞാൻ വാല്യൂസ് ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെയ്ത് നോക്കണം കേട്ടോ. പ്ലീസ് പുട്ട് യുവർ പോസ്റ്റഡ് ആൻസർ. ഇതാ ഓവറോൾ ഗെയിൻ AF തന്നിട്ടുണ്ട്. ഓവറോൾ ഗെയിൻ തന്നിട്ടുണ്ട് 140. നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗെയിൻ ഈസ് റെഡ്യൂസ്ഡ് ടു 17.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിത്ത് ഫീഡ്ബാക്ക് എത്രയായി? 17.5 ആയി. വിത്തൗട്ട് ഫീഡ്ബാക്ക് 140 ആയി. രണ്ട് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ അറിയാലോ. ഇതാ AF തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ എന്നാണ് ക്വസ്റ്റ്യൻ. ടെൽ മീ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ? .05. സ്വാതി 0.05 ആണോ എല്ലാവർക്കും കിട്ടിയത്? 0.05.
54 പേരുണ്ട്, ഒരാളാണ് എനിക്ക് ആൻസർ തന്നത്. All of you should put your answers in the chat box. .05 ആണോ ആൻസർ? Others? Balashankar, please post your answer. ടൈം പോകുന്നതോ? എല്ലാവരും ചെയ്യുന്ന ആൻസർ ഒന്നും പറ്റിയ നമുക്ക് 2 പ്രോബ്ലം ചെയ്യണ്ടേ ഒരു ക്ലാസ്സിൽ? 2 പ്രോബ്ലം കംപ്ലീറ്റ് ആക്കണ്ടേ? .125. യെസ്, 2 ആൻസർ ആയി. 0.05 ആയി, 0.125 ആയി. ഏത് ആൻസർ നമുക്ക് നോക്കാം. 1/20. 1/20 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.0. സംശയം 1 divided by 20. 0.05. ഇപ്പൊ സ്വാതി തന്ന ആൻസർ ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? ബീറ്റ ഈസ് ഈക്വൽ ടു എഫ് നമുക്ക് തന്നിട്ടുണ്ട് 17.5. എ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ 140. കണ്ടോ? അപ്പോൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ പല ടെക്സ്റ്റ് ബുക്കിലും പല നൊട്ടേഷൻസ് ആണ്. ഓക്കെ, JV ഗുപ്തയിൽ ആ നൊട്ടേഷൻ ഇറ്റ് ഇസ് ഗിവൺ ആസ് MB. ഓക്കെ, മാൽവിനോ ആൻഡ് ബേറ്റ്സിലും അത് MB ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ബീറ്റ ഫ്രാക്ഷൻ ഇറ്റ് ഇസ് ഗിവൺ ആസ് ബീറ്റ. സോറി, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇറ്റ് ഇസ് ഗിവൺ ആസ് ബീറ്റ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇറ്റ് ഇസ് റിപ്രസെന്റഡ് ആസ് ബീറ്റ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 1/20. ഓക്കെ ഓക്കെ, സോ ഫീഡ്ബാക്കിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിന്റെ ബ്ലോക്ക് ഡയഗ്രം പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ ഫീഡ്ബാക്കിന്റെ കൺസെപ്റ്റ്, ഇതിന്റെ ഡെറിവേഷനും എങ്ങനെയാണ് ഈ A/1 + ബീറ്റ വന്നത്, A/1 - ബീറ്റ വന്നത്, ഈ ഒരു പാരാമീറ്റർ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 പ്രോബ്ലം നോക്കുക, ഈ ക്ലാസിഫിക്കേഷനും അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കും. ഓക്കെ ഓക്കെ, സോ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ട അറ്റൻഡൻസ് പോയി. എല്ലാവരും ഒരു പ്രാവശ്യം കൊണ്ട് അറ്റൻഡൻസ് ഇടുക കേട്ടോ. ഞാൻ ഒന്ന് ലോഗൗട്ട് ആയി പോയി ഇടയ്ക്ക്, നെറ്റ് കണക്ഷൻ പോയതുകൊണ്ടാണ്. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് പോസ്റ്റ് ചെയ്യും. പ്ലീസ് പോസ്റ്റ് അറ്റൻഡൻസ്. ഓക്കെ, സോ we can continue in the next class. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും പാർട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. എക്സാം സെല്ലിൽ നിന്ന് വിളിക്കണം.